തൃപ്പൂണിത്തുറയിൽ വിജയം ഉറപ്പിച്ചു എം സ്വരാജ്. എന്തുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസോട് കൂടി നമുക്ക് പറയാൻ സാധിക്കുക? തൃപ്പൂണിത്തുറയുടെ ജനങ്ങളുടെ ഒരു ആവശ്യമായി മാറുകയാണ്. ഒരു നാട്ടിൽ ഒരു പ്രശ്നം വന്നാൽ ഒരു കൂട്ടായ്മ ഉണ്ടായി, ആ കൂട്ടായ്മ പ്രശ്നത്തിനെതിരെ ശക്തമായ ആക്ഷൻ വേണമെന്ന് പറഞ്ഞ് ആക്ഷൻ കൗൺസിലുകൾ ഉണ്ടാകുന്നത് പോലെ, അത്രയും ആഴത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ പോലെ ആ നാട് പറയുകയാണ്, ആ നാട് സ്പന്ദിക്കുകയാണ് എം സ്വരാജ് എന്ന നേതാവിന് വേണ്ടി. എതിർപക്ഷത്ത് ഒരു നേതാവ് രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറി നിൽക്കുമ്പോൾ അത് പരിപൂർണമായി എം സ്വരാജ് എന്ന് പറയുന്ന അതികായന്റെ എതിരില്ലാത്ത ജയത്തിലേക്ക് കൂടിയാണ് പോകുന്നത് എന്ന് പറയേണ്ടി വരും. എത്ര വലിയ താരത്തെ കെട്ടിയിറക്കിയാലും എം സ്വരാജിന്റെ തട്ട് താണിരിക്കുമെന്നാണ് ഈ രാഷ്ട്രീയ കേരളത്തിൽ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒരു സസ്പെൻസ് ത്രില്ലർ തൃപ്പൂണിത്തുറയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. വോട്ടെണ്ണൽ ദിവസത്തിൽ ചങ്കിടിപ്പോടെ അവസാന മണിക്കൂറുകളിൽ അവസാന ലാപ്പിലേക്ക് ബലമറിയാൻ വേണ്ടി ആകാംക്ഷയുടെ കണ്ണുകൾ തുറന്നിരിക്കേണ്ട. അതിനു മുമ്പ് തന്നെ ജയം ഉറപ്പിച്ച 100% ജയം ഉറപ്പിച്ച ഈസി വാക്ക് ഓവർ ഉള്ള ഒരു മണ്ഡലമായി തൃപ്പൂണിത്തുറ മാറുമെന്ന് ആ നാട്ടിലെ ജനങ്ങൾ പറയുന്നതായാണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഇന്നത്തെ തലക്കെട്ട്. ആ തലക്കെട്ട് അത്രമേൽ വലിയ ഒരു നേതാവായതുകൊണ്ട്, തൃപ്പൂണിത്തുറയുടെ ആഴമറിയുന്ന നേതാവായതുകൊണ്ട്, നിലപാടുകളുടെ രാജകുമാരൻ എം സ്വരാജ് തന്നെയാവുമ്പോൾ അത് വിജയിക്കാനുള്ള സാധ്യത 100% ഉറയ്ക്കുകയാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ. തൃപ്പൂണിത്തുറയിൽ മത്സരമില്ലാതാകുന്നു, എതിരില്ലാതാകുന്നു. എം സ്വരാജ് മുന്നേ കൂട്ടി ജയിച്ച പ്രതീതിയിലേക്ക് വരുന്നു. ഒരു വലിയ പ്രതിഭാസമായി അവിടെ എം സ്വരാജ് മാറുന്നതിന്റെ സകല ലക്ഷണങ്ങളിലേക്കുമാണ് ആ നിയോജക മണ്ഡലം കടന്നു പോകുന്നത് എന്നും നമുക്ക് വരുന്ന പകലുകളിൽ നോക്കി കാണേണ്ടി വരും.